ഹലോ ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് 4 സവോള എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്ക, ഇതൊക്കെ കറുകപ്പട്ട 5 ഉണ്ട് ചെറിയ സൈസ്. പിന്നെ കരയാമ്പൂ 4 ഉണ്ട്, ഏലക്ക 4 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം, തേങ്ങാപ്പാലാണ് വേണ്ടത്. അതിന് ഞാൻ തേങ്ങ പാൽ പിഴിഞ്ഞിട്ടില്ല, തേങ്ങ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറുകപ്പട്ട, 4 ഏലക്ക, പിന്നെ 4 കരയാമ്പൂ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടി ഞാൻ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ സവാളയിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ സവാളയുടെ കളർ കണ്ട ഈ ഒരു കളറാണ് ഈ കറിയുടെ പരുവം. അപ്പോൾ ഞാനിതിലേക്ക് മസാലകൾ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്. ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട. കുരുമുളകിൻ്റെ പൊടി ഇല്ലെങ്കിൽ കുരുമുളകൊന്ന് ചതച്ചിട്ട് ഇട്ടാലും മതി. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറയിലൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറയിൽ അടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്, ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആ ജാര കഴുകിയ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം. എൻ്റെ ചിക്കന് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ രണ്ടാമത്തെ പാലുണ്ടല്ലോ, ആ പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. അത് ഇതിലേക്ക് യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ട് ഒരു 2 സെക്കൻഡ് ഇത് നന്നായിട്ട് തിളക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ കറി ചീത്തയാവും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം തന്നെ അത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി കറിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയിലുണ്ട്, ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് വേണം. ആ താളിപ്പും കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ താളിപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ഞാൻ കാണിച്ചിട്ടില്ല. അത് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതാക്കിയിട്ട് ചൂടാക്കി എടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ ആ കളറുണ്ടല്ലോ, ഒരു ബ്രൗൺ കളറാവുമ്പോൾ അത് ഓഫ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ താളിപ്പ്.
അപ്പോൾ ഇതുവരെയും ചിക്കൻ കുറുമ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കും. എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. പത്തിരി, അപ്പം, ചപ്പാത്തി എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.